എന്തുകൊണ്ട് യൂട്യൂബ് ക്ലാസ്സുകളിലോട്ട് കുട്ടികൾ പോകുന്നു? അവർക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കാത്ത പല കാര്യങ്ങളും യൂട്യൂബ് ക്ലാസ്സിലൂടെ അവർ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷന്റെ പ്രശ്നമാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ പരീക്ഷകൾ പ്രവചിക്കപ്പെടുന്നതാകുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ 1-2 റിപ്പോർട്ടുകൾ നിങ്ങൾ കാണിച്ചു തരാം. പഠന മികവ് സർവേ, നാഷണൽ അച്ചീവ്മെന്റ് സർവേ, കേരളം പിന്നിൽ. 100% സാക്ഷരതയുള്ള, അല്ലെ, എല്ലാ കുട്ടികൾക്കും എഴുതാനും വായിക്കാൻ അറിയുന്ന, എല്ലാ കുട്ടികളെയും പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്തിച്ചിട്ടുള്ള അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറുള്ള കേരളം നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ പിന്നിലാണ്. ഒരു എല്ലാ ക്ലാസ്സുകളുടെയും കണക്ക് നിങ്ങൾക്ക് NISന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പ്രഥം എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. അവർ ഓരോ 2 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളുടെ ഒരു അക്കാഡമിക് ക്വാളിറ്റി അളക്കും. ഇവരുടെ അക്കാഡമിക് ക്വാളിറ്റിയിൽ പറയുന്ന റിപ്പോർട്ട് മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നിങ്ങൾ എയ്സർ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന, ഡിവൈഡ് ചെയ്യാൻ അറിയുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് അറിയുന്ന നമ്മൾ വിചാരിക്കാം, അല്ലെ? 2022 കണക്ക് നോക്കുക. സ്വകാര്യ സ്കൂളുകളിൽ 54%, സർക്കാർ സ്കൂളുകളിൽ 39.9%. അതായത് കേരളത്തിൽ 100 കുട്ടികൾ എടുത്താൽ എക്സാക്ട്ലി 44 കുട്ടികൾക്ക് 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുള്ളൂ. അത് 2012 74%. പ്രവചിക്കാവുന്ന പരീക്ഷകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അക്കാഡമിക് ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഈ പ്രവചിക്കാവുന്ന പരീക്ഷകളുടെ കൂടെ ഒരു ഡെഡ്ലി കോമ്പിനേഷനായി വരുന്ന കാര്യമാണ് ഉദാരമായിട്ടുള്ള മൂല്യനിർണ്ണയം, അല്ലേ? വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ സിസ്റ്റത്തിലൂടെ. അപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരും തോന്നുന്നു, പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ലിബറലൈസ്ഡ് വാല്യുവേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന്റെ ദുരന്തങ്ങൾ നമ്മൾ ഇപ്പോൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു. ഞാൻ 2 പരീക്ഷകൾ എടുക്കാം. +2കാർ എഴുതുന്ന 2 പരീക്ഷകൾ. +2കാർ എഴുതുന്ന 2 പരീക്ഷകൾ. ഒന്ന് ഹയർ സെക്കൻഡറി എക്സാം, 2 കേരള എൻട്രൻസ് എക്സാം. രണ്ടിനും ഒരേ സിലബസ് ആണ്. ചോദ്യങ്ങളുടെ പാറ്റേണിൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുക. ഹയർ സെക്കൻഡറി എക്സാമിൽ ജയിക്കാൻ 100-ൽ 30 മാർക്ക് വേണം. എൻട്രൻസ് എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി 300-ൽ 10 മാർക്ക്, അതായത് 3% മാർക്കാണ് വേണ്ടത്. 3% മാർക്ക്. അപ്പുറത്ത് 30 വേണം, ഇപ്പുറത്ത് 3 വേണം. ഇനി ഈ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നോക്കുക. 2024 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജയിച്ച കുട്ടികളുടെ ശതമാനം 78.69%. എത്ര ശതമാനം മാർക്ക് വാങ്ങി? 30% മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികളുടെ എണ്ണം. എന്നാൽ കേരളത്തിൽ കേരള എൻട്രൻസ് എഴുതി ജയിച്ച കുട്ടികളുടെ എണ്ണം അതിനേക്കാൾ കുറവാണ്, 73%. പക്ഷേ 73% കിട്ടാൻ വേണ്ടി എത്ര മാർക്ക് വേണം? 300-ൽ 10 മാർക്ക് മതി. മറ്റേത് 100-ൽ 30 മാർക്ക് വേണം. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരേ സിലബസ് പഠിക്കുന്ന കുട്ടികൾ 2 ഡിഫറെന്റ് പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അക്കാദമിക നിലവാരം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്.